മറ്റൊരു വിവരം. UAE-യിലും ഒമാനിലും ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യക്കാരടക്കം 5 പേർക്ക് പരിക്കേറ്റു എന്നുള്ളൊരു വിവരമുണ്ട്. ഫുജൈറ എണ്ണ വ്യവസായ മേഖലയിൽ തീപിടുത്തവും ഉണ്ടായി. ഇറാനിൽ നിന്നും 4 മിസൈൽ ആക്രമണം ഉണ്ടായെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണ്. കൂടുതൽ കാര്യങ്ങൾ സുരേഷ് വെള്ളിമുറ്റം പറയും. ഗൾഫ് മേഖല സമാധാനത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കഴിയുമ്പോഴാണ് ഇറാന്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. UAE-ക്ക് നേരെ ആക്രമണമുണ്ടായി, ഒമാന് നേരെയും ആക്രമണമുണ്ടായി. UAE-ക്ക് നേരെ 4 മിസൈലുകളാണ് ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ആ 4 മിസൈലുകളിൽ 3 എണ്ണം പ്രതിരോധിച്ചു, 1 കടലിൽ വീണു എന്നാണ് UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഫുജൈറയിൽ ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണമാണ്. ആ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഫുജൈറ പെട്രോളിയം വ്യവസായ മേഖലയിലായിരുന്നു ആക്രമണം. അവിടെ വലിയ തീപിടുത്തമുണ്ടായി. ആ തീ അണയ്ക്കാനുള്ള ശ്രമവും തുടരുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഒമാനിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം. ഒമാനിൽ ബുക്ക മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. അവിടെ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിന് നേരെ ആയിരുന്നു ആക്രമണം. കെട്ടിടത്തിൽ അവിടെ ഉണ്ടായിരുന്ന 2 പ്രവാസി തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കെട്ടിടത്തിന്റെ ജനലുകൾ തകർന്നു. കെട്ടിടത്തിനടുത്ത് നിർത്തിയിട്ടിരുന്ന 4 വാഹനങ്ങൾക്ക് കേടുപാട് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിന്റെ ഒരു തുടക്കം ഇന്ന് ഹോർമൂസ് കടലിലൂടെ UAE-യുടെ ഒരു എണ്ണ ടാങ്കർ കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ ആ എണ്ണ ടാങ്കറിന് നേരെ ആദ്യം ആക്രമണം ഉണ്ടാകുന്നുണ്ട്. 2 ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു എണ്ണ ടാങ്കറുകൾ ആക്രമിക്കുന്നത്. പക്ഷെ ആർക്കും അതിൽ പരിക്കേറ്റിട്ടില്ല എന്ന് UAE സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഹോർമൂസിലുണ്ടാകുന്നു, UAE-യിലുണ്ടാകുന്നു, ഒമാനിലുണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇന്ന് ഇറാന്റെ ഭാഗത്തുനിന്നും ഈ മേഖലയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ ആക്രമണത്തെ UAE-യും ജോർദാനും ഒക്കെ അപലപിക്കുന്നുണ്ട്. മേഖലയിൽ വലിയ ജാഗ്രത തുടരുകയുമാണ്.